ഹലോ ഫ്രണ്ട്സ്, സച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ദോശയാണ്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ഉള്ളി പൊടിയായി നുറുക്കിയിടുക. ഒരു വലിയ ഉള്ളി പൊടിയായി നുറുക്കിയിടുക. അതിനുശേഷം 2-3 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. എരിവ് ജാസ്തി വേണ്ടാത്തവരാണെങ്കിൽ 1 പച്ചമുളകായാലും മതി. ഞാൻ ഇന്ന് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്യുക. അത് നന്നായിട്ട് ഫ്രൈ ആവണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വരണം. ഓക്കെ, കുറച്ച് സമയമാവും. ഇപ്പോൾ ഉള്ളി നന്നായി വഴണ്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു വലിയ തക്കാളി പൊടിയായി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 to 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കണം. പൊടികളെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ആ പൊടികളുടെ പച്ചമണം മാറണം. പച്ചമണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കണം. ഒരു നുള്ളു ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. പൊടികളുടെ പച്ചമണം പോകുന്നവരെ നന്നായിട്ട് വഴറ്റണം. എല്ലാ ചേരുവകളും ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ, നന്നായിട്ട് വതങ്ങി ഈ പൊടികളുടെ പച്ചമണം പോയി ഉള്ളി, പച്ചമുളക്, ഗാർലിക്ക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് പനീർ, പൊടിയായി അരിഞ്ഞ പനീർ ചേർക്കുക. പൊടിയായി ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീർ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീരാണ്, അത് ചേർക്കുക. പനീർ ഉണ്ടാക്കുന്ന വിധം ഞാൻ ഇനി ഒരു ദിവസം പറഞ്ഞു തരുന്നതാണ്. പനീർ ആഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതിയാകും. പനീരിന് അധികം വേവില്ല. മല്ലിയില കുറച്ച് കസൂരി മേത്തി എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കഴിഞ്ഞു. നമ്മുടെ പനീർ ദോശയ്ക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്.
രണ്ട് സൈഡും ദോശ നന്നായി മൊരിഞ്ഞതും അതിലേക്ക് നമ്മൾ ഈ പനീർ കൂട്ട് വെച്ചിട്ട് മടക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, പനീർ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.